കലോത്സവ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് കടക്കുന്നത്. തൃശൂർ കലോത്സവം ഉത്തരവാദിത്ത കലോത്സവമായി മാറ്റുമെന്ന് സംഘാടക സമിതി ചെയർമാനും മന്ത്രിയുമായ കെ രാജൻ കേരള വിഷൻ ന്യൂസിനോട്. സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തീകരിക്കും, അപ്പീലുകൾ അനുവദിക്കും, എന്നാൽ സമയക്രമം അനിയന്ത്രിതമായി നീളുന്ന സാഹചര്യം ഒഴിവാക്കും. തൃശൂർ തന്നെ കപ്പ് നിലനിർത്തണമെന്നാണ് ആഗ്രഹമെന്നും മന്ത്രി പറഞ്ഞു. കലോത്സവ നഗരിയിൽ നിന്നും റിയാസ് കെമാർ നടത്തിയ അഭിമുഖം കാണാം. കലോത്സവം വന്നാലും പുലികളി വന്നാലും പൂരം വന്നാലും ഒക്കെ തൃശ്ശൂരിനും തൃശ്ശൂരിൽ എത്തുന്ന മനുഷ്യർക്കും അവിഭാജ്യ ഘടകമായ ഒരു മനുഷ്യനുണ്ട്. അത് മറ്റാരുമല്ല, റവന്യൂ മന്ത്രി കെ രാജനാണ്. കെ രാജൻ എന്ന് പറയുന്ന കേരള വിഷൻ ന്യൂസിനെ സംബന്ധിച്ചും സ്ഥിരമായി നമ്മുടെ ഒരു അതിഥിയല്ല, നമ്മുടെ ഒരു വീട്ടുകാരനാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. ചേട്ടാ, ഇത്തവണ കാണുമ്പോൾ നമ്മൾ വേറൊരു രീതിയിലാണ്, കഴിഞ്ഞ തവണ കാണുമ്പോൾ ഇങ്ങനെയല്ല, ഇത്തവണ കുറച്ച് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ്. എങ്ങനെ ഈ കലോത്സവ വേദി ഇതിന്റെ ചെയർമാൻ എന്ന രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ? യഥാർത്ഥത്തിൽ വല്ലാത്ത ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ്. പക്ഷേ തൃശ്ശൂരിൻ്റെ ഒരു മെച്ചം, തൃശ്ശൂരിന് ഈ ഉത്സവത്തിന്, ആഘോഷത്തിന്, കൂട്ടായ്മയ്ക്കൊന്നും വലിയ രാഷ്ട്രീയമില്ല. എല്ലാവരും ഒത്തങ്ങ് പിടിക്കുകയാണ്. എല്ലാവരും ഒത്തങ്ങ് പിടിക്കുന്നതിൻ്റെ റിസൾട്ട് ആ അർത്ഥത്തിൽ തന്നെ കാണാം. നിങ്ങൾ പറഞ്ഞ പോലെ പൂരമില്ലാതെയും പുലിക്കളി ഇല്ലാതെയും നമുക്ക് ഒരാഘോഷമില്ല. അതുകൊണ്ട് ഇന്നും മനോഹരമായിട്ടുള്ള പാണ്ഡിമേളമല്ലേ നമ്മൾ കേട്ടത്. എലഞ്ഞിത്തറ മേളത്തിൻ്റെ അതേ പ്രാമാണികൻ തന്നെ നേതൃത്വം നൽകിയ അതിമനോഹരമായിട്ടുള്ള എലഞ്ഞിത്തറ മേളം, നമ്മുടെ വർണ്ണക്കുടകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള പട്ടുകുടകൾ. ഇന്നലെ പുലിക്കളി ഉണ്ടായിരുന്നു, പുലി ഇനിയും വരും. അപ്പോൾ തൃശ്ശൂർ 64ാമത് സ്കൂൾ യുവജനോത്സവത്തെ സ്വീകരിക്കുന്നത് എല്ലാവിധ തയ്യാറെടുപ്പുകളോടും പഴുതടച്ചിട്ടുള്ള സംഘടന മികവോടും കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഓരോന്നും അത്രമേൽ നന്നാവണം എന്ന വാശിയോടെ ഞങ്ങൾ ഇടപെടുകയാണ്. 25,000-ഓളം വരുന്ന ആളുകൾക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാനുണ്ടാകും എന്ന ധാരണയിൽ നമ്മുടെ ഭക്ഷണപ്പര മുന്നോട്ട് പോകുന്നത്. 24 വേദികളിൽ 249 ഇനങ്ങളുണ്ട്. എല്ലാ വേദികൾക്കും പ്രത്യേക ചുമതലക്കാരുണ്ട്. ഇവിടെ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ളൊരു ഉത്സവമാണിത്. അതുകൊണ്ടാണ് റെസ്പോൺസിബിൾ ഫെസ്റ്റിവൽ എന്നൊരാശയം ഔപചാരികമായി നമ്മുടെ ഈ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചു. കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. ആരോട്? വീട്ടുകാരോട് മാത്രമല്ല, ഗുരുക്കന്മാരോട് മാത്രമല്ല, സഹജീവികളോടും പ്രകൃതിയോടും മനുഷ്യനോടും എല്ലാം കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു കലാപൂരം നടക്കുമ്പോൾ തൃശ്ശൂരിനെ പൂർണ്ണമായിട്ട് അണിനിരത്തി അതിൽ പങ്കാളിയാക്കുക. ഇപ്പോൾ 12ഉം 13ഉം നമ്മുടെ സ്വർണ്ണക്കപ്പ് ജില്ലയിൽ പര്യടനം നടത്തി. കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷവും ആഹ്ലാദവും പ്രകടനവും, യഥാർത്ഥത്തിൽ കലോത്സവം 1-2 സ്ഥാനം കിട്ടാനുള്ള ഒരു തള്ളു മാത്രമല്ല, ലോകത്തെ അറിയാൻ, കാണാൻ, സൗഹൃദങ്ങളുണ്ടാകാൻ, ബന്ധങ്ങളുണ്ടാകാൻ, ആകാശവും കടന്ന് അഭിമാനകരമായ വിധത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകാൻ എല്ലാത്തിനും ഈ കലോത്സവം സാധ്യമാകും. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നിന്ന് ഇതുപോലെ ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു രാജേട്ടനോട്, ഇത്തവണ തൃശ്ശൂർ കപ്പെടുക്കുമോ എന്നുള്ളത്. അന്ന് രാജേട്ടൻ പറഞ്ഞു, ഞാൻ മന്ത്രി എന്ന രീതിയിൽ പറയാൻ പാടില്ല, പക്ഷേ തൃശ്ശൂരാരൻ എന്ന വികാരം കൊണ്ട് ഉറപ്പാണ് കപ്പെടുക്കുമെന്ന് പറഞ്ഞു. അവസാനം എടുത്ത് ആ കപ്പുമായിട്ട് രാജേട്ടൻ വരുന്ന രംഗം എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ അന്ന് പറഞ്ഞ അടിച്ചു. ഇത്തവണ എന്തായി? അടിച്ചു മോനെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇത്തവണയും അടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സംഘാടകർക്ക് ഒരു കാര്യവും ഇതിനകത്ത് നടത്താനില്ല. അതൊക്കെ വിദ്യാഭ്യാസ വകുപ്പും അതുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തട്ടെ. നമുക്ക് ഇത്തവണത്തെ പ്രത്യേകത കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ തവണ മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വമേ ഉള്ളൂ. ഇത് സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ആരെടുക്കും എന്നുള്ളതല്ല, ആരെടുത്താലും ദിവസം അതിഗംഭീരമായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളോട്, എല്ലാവരുടെയും ഭക്ഷണമുറികളിൽ ചേരുന്ന കാഴ്ച വിസ്മയം എല്ലാവരും പറയാനുള്ളൊരു കാര്യം, ധൈര്യമായിട്ട് പോരാം തൃശ്ശൂരിലേക്ക്. ഒരു പേടി വേണ്ട. തള്ളുണ്ടാവുമോ, തിരക്കുണ്ടാകുമോ, എത്രയാൾ വന്നാലും എല്ലാവരെയും കാണിക്കും, എല്ലാവരെയും ഊട്ടും, എല്ലാവർക്കും സൗകര്യമൊരുക്കും. തൃശ്ശൂർ വിശാലമായ ഹൃദയത്തോടെ ഈ തേക്കിങ്ങാട് മൈതാനിമത്തിൻ്റെ അനുബന്ധ കേന്ദ്രങ്ങളും കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേരുന്നവരെ സ്വീകരിക്കൊരുങ്ങാണ്. ഈ കലാമാമാങ്കം നമുക്ക് നൽകാൻ പോകുന്ന പ്രതിഭകൾ ആരൊക്കെയായിരിക്കും? അപ്പോൾ കഴിഞ്ഞ 9-ാം തീയതി ജയേട്ടൻ്റെ ചരമദിനമായിരുന്നു. മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നമ്മളെ കൊണ്ട് പാടിപ്പിച്ച ഒരു തവണ കൂടി ശ്രുതി മാറ്റി പാടുമോ പൂങ്കുയിലെ എന്ന് നമ്മളോട് ചോദിച്ച, ശ്രുതി താഴ്ത്തി പാടുമോ പൂങ്കുയിലെ എന്ന് ആഹ്വാനം ചെയ്ത ഒരുപാട് പാട്ടുകൾ നമ്മളെ പാടിപ്പിക്കുകയും ഇപ്പോഴും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത ജേട്ടൻ 2ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ലോകത്തിന് സമ്മാനിച്ചൊരു പ്രതിഭയാണ്. 3 ഇനങ്ങളിലാണെന്ന സമ്മാനം. അദ്ദേഹം പറയാറുണ്ട്, ഈ യേശുദാസ് വന്നു പെട്ടതുകൊണ്ട് ലളിതഗാനത്തിന് 2ആയി, ബാക്കി മൃദംഗവും
പിന്നെ ശാസ്ത്രീയ സംഗീതം 1-ാം സ്ഥാനം. നിങ്ങൾ നോക്കൂ, ഒരു കലോത്സവത്തിലെ 1ഉം 2ഉം സ്ഥാനം ലളിതഗാനത്തിൽ നേടിയ 2 പേർ. പിന്നീട് ലോകമറിയുന്ന, ഇപ്പോഴും ലോകം ആദരിക്കുന്ന, മരണപ്പെട്ടാലും കാലങ്ങളോളം പ്രഭാതം മുതൽ പ്രദോഷം വരെ മനുഷ്യൻ ചൊല്ലുന്ന എല്ലാ പാട്ടിൻ്റെയും ഉടമസ്ഥന്മാരായിട്ട് മാറുകയാണ്. അതാണ് ഈ കലോത്സവത്തിൻ്റെ പ്രത്യേകത.